2021 വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് കിറ്റെക്സ് MD ശ്രീ സാബു എം ജേക്കബ്. ആദ്യഘട്ടത്തിൽ 2020 എന്ന രാഷ്ട്രീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയ ശക്തമായ പോരാട്ടവുമായി ബന്ധപ്പെട്ടായിരുന്നു അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ സർക്കാർ ഏജൻസികൾ മാറി മാറി നടത്തിയ പരിശോധനകളിൽ മനം മടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 3000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് പറിച്ചു നട്ടതിൻ്റെ പേരിലും അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി. എന്നാൽ ഏറ്റവും ഒടുവിൽ ക്രിസ്മസ് രാത്രി കിറ്റെക്സിലെ തൊഴിലാളികൾ തമ്മിൽ നടന്ന ഒരു സംഘർഷം പോലീസ് ജീപ്പ് കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. 150-ലധികം തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും എത്തുകയാണ്. ഈ ഘട്ടത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ പ്രതിക്കൂട്ടി നിർത്തുന്ന പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ കിറ്റെക്സ് MD ശ്രീ സാബു എം ജേക്കബ് ഷെക്കേന ന്യൂസ് പ്രേക്ഷകരോട് സംവദിക്കുന്നു. സോ നമസ്കാരം, സ്വാഗതം ശ്രീ സാബു എം ജേക്കബ്. നമ്മൾ ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാന ദിവസം നിൽക്കുകയാണ്. 2021 എനിക്ക് തോന്നുന്നു ശ്രീ സാബു എം ജേക്കബിൻ്റെ ജീവിതത്തിൽ വളരെ സംഘർഷഭരിതമായിരുന്നോ, അല്ലെങ്കിൽ ടെൻഷനുള്ള കാലമായിരുന്നോ, അതോ പ്രതീക്ഷയുടെ കാലമായിരുന്നോ? ഏറ്റവും അവസാനം ചില പ്രശ്നങ്ങളൊക്കെ അങ്ങയുടെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വിവാദങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായ വർഷമാണ്. എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു 2021? എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഒരുപാട് യുദ്ധങ്ങൾ കണ്ടും യുദ്ധങ്ങളിൽ പങ്കെടുത്തും എൻ്റെ പിതാവിൻ്റെ കൂടെ ഇതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങളിൽ ഇടപെട്ടുള്ള ഒരാളാണത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് ആദ്യമല്ല എൻ്റെ ജീവിതത്തിൽ. പക്ഷേ 21 സംബന്ധിച്ച് 2-3 കാര്യങ്ങൾ വളരെ പ്രത്യേകതയുണ്ട്. ഒന്ന്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞങ്ങളതിൽ 4 പഞ്ചായത്തുകൾ ഏറ്റെടുത്തു. അതേ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അവിടെ 3 മുന്നണികളിലായി 26 പാർട്ടികളോട് ഏറ്റുമുട്ടി ഞങ്ങൾ ഒരു പാർട്ടി 14.6% വോട്ട് നേടുന്നു. അതിനെ തുടർന്ന് ഇവിടെ ഭീകരമായിട്ടുള്ള ഒരു റെയ്ഡിൻ്റെ ഒരു ആറാട്ടാണ് ഇവിടെ നടന്നത്. ഇന്ന് കേരളത്തിൽ ഒരു സ്ഥാപനമില്ല, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥാപനത്തിലും എൻ്റെ പോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി കേരളത്തിൽ കയറി ഇറങ്ങാനായിട്ടുള്ള ഒരു ഏജൻസികളും ഉണ്ടാവില്ല. അതുപോലെ എല്ലാ ഏജൻസികളും കയറി ഇറങ്ങിയ ഒരു വർഷമാണത്. എന്നിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. എൻ്റെ പേരിൽ ഒരു നിയമലംഘനം പോലും അവർക്ക് ചുമത്താനോ എൻ്റെ പേരിൽ നടപടിയെടുക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ റെയ്ഡ് നടത്തിയത് കൊണ്ട് എനിക്ക് മാനസികമായുള്ള വിഷമമുണ്ടായി. അതേ സമയത്ത് തന്നെ അത് ജനങ്ങൾ ഞാൻ ഒരു നിയമവും ലംഘിക്കുന്ന ആളല്ല എന്ന് പൊതുജനത്തിന് മനസ്സിലാക്കാനുള്ള ഒരു അവസരവും കിട്ടി. അതിനെ തുടർന്നാണ് ഞങ്ങളുടെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് തെലങ്കാനയിലേക്ക് കൊണ്ടുപോകാനും 2400 കോടി രൂപ അവിടെ നിക്ഷേപിക്കാനും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ജെറ്റ് വിമാനം അയച്ച് ഒരു വ്യവസായിയെ മറ്റൊരു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും കണ്ടിരുന്നതൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നല്ലതും ചീത്തയും ഒക്കെ ആയിട്ടുള്ള ഒരു പുതിയ അറിവിൻ്റെ അനുഭവത്തിൻ്റെ ഒരു വർഷമായിരുന്നു ഈ 2021. ഒത്തിരി പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും പറ്റിയൊരു വർഷമായിരുന്നു. ശരിക്കും നമുക്ക് ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് വരാം. ശരിക്കും ആ ക്രിസ്മസ് രാത്രി ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിൽ ഈ നമ്മൾ കേരളത്തിലുള്ള ആളുകൾ സാധാരണ രീതിയിൽ ക്രിസ്മസ് ഈവിനാണ് നമ്മുടെ കരോളുകളും ആഘോഷമൊക്കെ നടക്കുന്നത്. പക്ഷേ ഇവിടെ ഈ നോർത്ത് ഈസ്റ്റേൺ സൈഡിലുള്ള ആയിരിക്കാം. പിന്നെ അന്ന് അവധിയാണ്, പിറ്റേ ദിവസം ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശനിയാഴ്ച ചിലർ ലഹരിയുടെ ആസക്തത്തിലായിരുന്നു. അപ്പോൾ അവർ ഒരു മുറിയിൽ കുറച്ച് പേര് ആ മുറിയിൽ താമസിച്ചിരുന്നതും അടുത്ത മുറിയിലുള്ള കുറച്ച് പേരിരുന്ന് എന്തോ ലഹരി കഴിക്കുകയും അവർ അത് കരോൾ ഗാനം പാട്ട കൊട്ടി ശബ്ദമുണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് അടുത്ത മുറിയിലെ ആളുകൾ ഉറങ്ങണമെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്തു. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. അതിൽ സെക്യൂരിറ്റി ഇടപെടുന്നു. അത് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. അങ്ങനെയാണ് ആ സംഭവം പിന്നീട് നിയന്ത്രണാതീതമായിട്ട് പോവുകയുണ്ടായത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട്.
പക്ഷേ നമ്മൾ ഒരിടത്തും ഇങ്ങനെ കേട്ട് കേൾവിയില്ല ഒരു ജീപ്പ് കത്തിക്കുക, അതും പോലീസ്, നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന പോലീസിൻ്റെ ജീപ്പ് കത്തിക്കുന്ന തരത്തിലേക്ക് ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഒരു കരോൾ ഗാന സംഘർഷം എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും അതിൻ്റെ തലം മാറുകയാണ് ഒരു പോലീസ് ജീപ്പ് കത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോൾ. ഞാൻ മനസ്സിലാക്കുന്നത് 10 മണിക്കാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു തലം മാറുന്നു, ഈ സംഘർഷത്തിൻ്റെ തലം മാറുന്നു. ഒരു ഘട്ടത്തിൽ അവർ പോലീസിൻ്റെ ജീപ്പ് കത്തിക്കുന്നു. ശരിക്കും മറ്റൊരിടത്തും സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിച്ചപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് ഏതൊക്കെ തരത്തിൽ അന്വേഷണങ്ങളാണ് അങ്ങ് നടത്തിയത്? ഞങ്ങൾ ഈ സംഭവം ഉണ്ടായ ആ മിനിറ്റ് മുതൽ ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഞങ്ങൾ ഇതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പോൾ വണ്ടി അവിടെ 2 കൂട്ടർ തമ്മിൽ സംഘർഷമുണ്ടായി, സെക്യൂരിറ്റി ഇടപെട്ടു, അവരുമായിട്ട് സംഘർഷമുണ്ടായി, പോലീസിനെ വിളിച്ചു, അവരുമായിട്ടുള്ള സംഘർഷം ചെറുതായിട്ടൊക്കെ ഉണ്ടായി, ജീപ്പിൽ ചെറിയ അത്യാവശ്യം ചില്ല് പൊട്ടിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അതിൻ്റെയൊക്കെ ചിത്രങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റാത്ത സംഗതി, 10 മണിക്ക് പോലീസ് ജീപ്പ് ഇവർ താമസിക്കുന്ന ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് 1-2 ജീപ്പുകൾ. പക്ഷേ ഇവിടെ കത്തിച്ചിരിക്കുന്ന ജീപ്പ് വളരെ ദൂരത്തിൽ കിടക്കുന്ന, അല്പം ഇരുട്ടിലേക്ക് കിടക്കുന്ന ഒരു ജീപ്പാണത്. അവിടെ കത്തുന്ന ദൃശ്യങ്ങൾ കാണാം, പക്ഷേ ആരാണ് കത്തിക്കുന്നത് എന്താണെന്ന് കാണില്ല. കാരണം ഈ അക്രമത്തിൽ ഉൾപ്പെട്ട പല ആളുകളും ഈ ജീപ്പും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ജീപ്പുകൾ കിടക്കുന്ന സ്ഥലത്തെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കത്തുന്ന ജീപ്പിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ആളുകളെ കാണാൻ സാധിക്കുന്നില്ല, ഇരുട്ടിൽ കിടക്കുന്നു. പക്ഷേ അത് CCTV ദൃശ്യങ്ങളിൽ കത്തുന്ന ആളുകൾ കൂടി വരേണ്ടതല്ലേ? CCTV ദൃശ്യങ്ങളുള്ള അവിടെയാണ് നമ്മൾ ഒരു ദുരൂഹത ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഡിസ്കഷനിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു ദുരൂഹത ഉള്ളതായിട്ട് കാണുന്നു. ഒന്ന്, ജീപ്പ് കത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ 10 മണിക്ക് അത് സാധ്യമായിരുന്നു. ആദ്യത്തെ ജീപ്പ് വന്ന് അവിടെ കിടക്കുന്നുണ്ട്, രണ്ടാമത്തെ ജീപ്പ് കിടക്കുന്നുണ്ട്, ഒരു ബസ് കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ സംഘർഷം അതിന് 2ാം ഘട്ടം എന്നൊക്കെ പറയുന്ന തലത്തിലേക്ക് വന്നിരുന്നെങ്കിലോ, ഇതിൻ്റെ ഒരു പോലീസുമായുള്ള സംഘർഷത്തിന് മറ്റൊരു തലത്തിൽ അങ്ങനെ സംഭവിച്ചുകൂടായില്ലല്ലോ. ഇവിടെ അങ്ങനെ വീണ്ടും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായില്ല. ആദ്യം വന്ന ജീപ്പിൽ കുറച്ച് പോലീസുകാർ അവരുമായിട്ട് ഇതുണ്ടായി, അവർ ആ ജീപ്പ് ഇട്ടിട്ട് ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം 2ാം ജീപ്പ് വന്നു, ഒരു ബസ് വന്നു. അപ്പോൾ ഇതൊക്കെ നിരന്ന് കിടക്കുകയാണ് തൊട്ടടുത്ത്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഇവർ താമസിക്കുന്ന സംഘർഷമുണ്ടായ സ്ഥലത്തിനോട് ചേർന്ന് അതിൻ്റെ ഗേറ്റിൽ തന്നെ കിടക്കുന്ന ജീപ്പുകളും ബസ്സും ഒക്കെ ഉണ്ട് അവിടെ. അതൊക്കെ അവർ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, കല്ലെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അകലെ കിടക്കുന്ന ജീപ്പാണ് കത്ത് പിടിക്കുന്നത്. അത് അല്പം ഇരുട്ടിലാണത്. അവിടെ ജീപ്പിലേക്ക് നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുമുണ്ടത്. പക്ഷേ അവിടെ ആളുകളെ കാണാനില്ല. അപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് എന്തോ ഒരു ദുരൂഹത അവിടെ നടന്നതായിട്ട് ഞങ്ങൾ ഇപ്പോൾ സംശയിക്കും. ഒരു ഗൂഢാലോചന അങ്ങ് സംശയിക്കുന്നു. കാരണം 2 മണിക്കാണ് ജീപ്പ് കത്തിക്കുന്നത്, 4 മണിക്കൂറിന് ശേഷം. പിന്നെ വേറൊന്ന്, ഈ സംഘർഷമുണ്ടാക്കിയ ആളുകളെല്ലാം തന്നെ ആദ്യ അവസാനം ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ഈ റോഡിലുമായിട്ട് പരിസരത്തുണ്ട്. അവരതിനിടയ്ക്ക് അവരുടെ റൂമുകളിലേക്ക് പോയി ലൈറ്റർ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇവരാരും പുകവലിക്കുന്നവരില്ല. അത് ഉറപ്പിക്കാൻ പറ്റുമോ അങ്ങേക്ക്? ഏതാണ്ട് 90 അങ്ങനെ ആരെയും, കാരണം ഒരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ സിഗരറ്റോ അവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ശരി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സിഗരറ്റ് ലൈറ്റർ അല്ലെങ്കിൽ തീപ്പെട്ടി എന്തെങ്കിലും ഉപയോഗിക്കാതെ കത്തിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു? പക്ഷേ ഇത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കില്ല. അല്ല, അത് സാധാരണ രീതിയിൽ ഈ ക്വാർട്ടേഴ്സിൽ സെക്യൂരിറ്റി ഉണ്ട്. സിഗരറ്റ് കുറ്റികളോ അല്ലെങ്കിൽ തീപ്പെട്ടിയോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് വളരെ കർശനമാണ് ആ കാര്യത്തിൽ. ഓക്കെ. അപ്പോൾ വളരെ പീരിയോഡിക്കലായിട്ട് അവിടെ ചെക്കിങ് നടക്കാറുണ്ട്, സെക്യൂരിറ്റി ചെക്കിങ് നടക്കാറുണ്ട്, അവരുടെ ബാഗേജും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ കണ്ടെടുക്കേണ്ടതാണത്. അതപ്പോൾ അതത്ര കർശനമായതുകൊണ്ട് അത് സാധ്യതകൾ ഇനി ആരെങ്കിലും വലിക്കുന്നവരോ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അത് പുറമേ നിന്ന് വലിക്കല്ലാതെ അകത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണത്. അപ്പോൾ ഏതായാലും ആദ്യം ഇറങ്ങുമ്പോൾ തന്നെ സിഗരറ്റ് ലൈറ്ററുമായിട്ട് ഇറങ്ങിയതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. ശരി. അപ്പോൾ ഈ ചിത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഈ കത്തിച്ചത് ഈ പറയുന്ന തൊഴിലാളികൾ തന്നെയാണോ അതോ പുറമേ നിന്നുള്ള ആളുകളാണോ? കാരണം ഈ ഒച്ചയും ബഹളവും കേട്ടിട്ട് ഒരുപാട് ആളുകൾ പുറമേ നിന്ന് കൂടിയിരുന്നു. അതായത് കിറ്റക്സിൽ ഇല്ലാത്ത ആളുകൾ, കിറ്റക്സിന് പുറത്തുള്ള നാട്ടുകാരായിട്ടുള്ള, അതിപ്പോൾ ഈ കമ്പനി എതിർക്കുന്ന ആളുകളാണ് അധികവും ഓടിയെത്തിയത്. SDPIക്കാരും PDPക്കാരും വെൽഫെയർ പാർട്ടിക്കാരും അങ്ങനെ തുടങ്ങിയ, പിന്നെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ. അപ്പോൾ ഇവരൊക്കെ ഓടിക്കൂടിയിരുന്നു. ശരി. അപ്പോൾ ഇതൊക്കെ ഈ സ്ഥാപനവുമായിട്ട് നമ്മളെ എതിർത്ത് ഇതില്ലാതെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണത്. അപ്പോൾ എനിക്ക് ഇത്രയും പോലീസ് 10 മണിക്ക് വന്നു, പോലീസ് ഫോഴ്സ് വന്നിരുന്നെങ്കിൽ അത് ആ ഒരു 4 മണിക്കൂറിന് ശേഷം അങ്ങനെ ഒരു
അക്രമം നടക്കേണ്ട സാഹചര്യമില്ല. അപ്പോൾ ഇവിടെ പോലീസും സംവിധാനങ്ങളും അല്ലെങ്കിൽ സന്നാഹങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇത് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് വേണമെങ്കിൽ കരുതാം. അല്ല, 10 മണിക്ക് വന്നപ്പോൾ പോലീസ് വരുമ്പോൾ ഇവർ അക്രമാസക്തമാണ്. അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. അവർ കല്ലെറിയുകയും അങ്ങോട്ട് വണ്ടി നശിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത്രയുമുള്ളൊരു ഫോഴ്സിനെ ഒന്നിലേക്ക് അടിച്ചൊതുക്കണം, അല്ലെങ്കിൽ അവർ അതിനുള്ള ഫോഴ്സിനെ കൊണ്ടുവരണം. അവർക്കറിയാതെ. അപ്പോൾ 10 മണിക്ക് തുടങ്ങിയ സംഭവം ഒരു ജീപ്പ് കത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് 2 മണിക്ക് പോകണമെങ്കിൽ ആ 4 മണിക്കൂറിനുള്ളിൽ എന്ത് നടന്നു? എന്തുകൊണ്ട് പോലീസ് ഒരു വൻ പോലീസ് സന്നാഹത്തെ കൊണ്ടുവന്ന് അത് നിയന്ത്രിച്ചില്ല? പക്ഷെ അത് അങ്ങയുടെ സെക്യൂരിറ്റിക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവരും ഈ സമയത്ത് ഇവിടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങയുടെ ആളുകൾ, അങ്ങയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ, അവർക്ക് തന്നെ വെരിഫൈ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. 10 മണിക്ക് ശേഷം തൊട്ട് 2 മണി വരെ എന്ത് സംഭവിച്ചു? കാരണം ഇത് വലിയ രീതിയിൽ നമുക്ക് സർവൈലൻസ് ഉള്ളൊരു സ്ഥലം കൂടിയല്ലേ. അല്ല, അത് ക്യാമറകൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾ പരിശോധിച്ചത്. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആളുകൾ അവിടെ ഉള്ളത്. സെക്യൂരിറ്റിയാണ് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ പല മാനേജർമാരും 11 മണി 12 മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി. പക്ഷേ ഇവിടെ എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലഹരിയിലായിരുന്നു. സൂപ്പർവൈസറെയും മനസ്സിലാകുന്നില്ല, സെക്യൂരിറ്റിയും മനസ്സിലാകുന്നില്ല, മാനേജറെയും മനസ്സിലാകുന്നില്ലാത്തൊരു ഇതിലായിരുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ കത്തുന്ന ദൃശ്യത്തിലേക്ക് നോക്കിയാൽ ഒരാളെ പോലും അവിടെ കാണാൻ സാധിക്കുന്നില്ല. വണ്ടിയിൽ നിന്ന് തീ വരുന്നു, പക്ഷേ ഒരാളെ പോലും അവിടെ കാണാൻ സാധിക്കുന്നില്ല. അതും ഇവരോട് തൊട്ടടുത്ത് ജീപ്പും 2 ജീപ്പും ഒരു ബസ്സും കിടക്കുന്നു, പക്ഷേ അകലെ കിടക്കുന്ന ജീപ്പ് പോയി കത്തുന്നു എന്നുള്ളതാണത്. അപ്പം അതിൽ പോലീസ് വിശദമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കി ചോദ്യം ചെയ്താൽ മാത്രമാണ്. അപ്പം ഞങ്ങൾ ബലമായിട്ട് സംശയിക്കുന്നത് ഇതിനകത്ത് ആ കത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വളരെ വലിയൊരു ദുരൂഹത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അങ്ങ് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ രാഷ്ട്രീയ പ്രതിരോധികൾ അല്ലെങ്കിൽ അങ്ങയുടെ ഈ രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണോ, അങ്ങയുടെ 2020 എന്നുള്ള പാർട്ടിയാണോ അങ്ങേക്ക് ഇങ്ങനൊരു പ്രശ്നങ്ങളിൽ ഒരു പ്രശ്നമായി നിൽക്കുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം? ഇതിലെ ഇപ്പോൾ നമ്മൾ കിറ്റക്സിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും ഇതിപ്പോൾ നമ്മളുടെയൊക്കെ കൺട്രോളിൽ നിൽക്കുന്നൊരു കാര്യമല്ല. നമുക്ക് ജോലി കൊടുക്കാം, ആ ജോലി സമയം കഴിഞ്ഞാൽ അവരവരുടെ വഴിക്ക് പോകുന്നു. നമുക്ക് പരിമിതമായിട്ടുള്ള കൺട്രോളുകളെ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും. ഒരിക്കലും ഒരു എംപ്ലോയിയെ അനങ്ങരുത്, പുറത്ത് പോകരുത് എന്ന് പറഞ്ഞ് പൂട്ടിയിടാനോ ഗേറ്റ് അടച്ചിടാനോ നമുക്ക് നിയമം അനുശാസിക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും എംപ്ലോയീസ് തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കാം. അവരെ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ അടിക്കാനോ ഇടിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിട്ട് പോകാനായിട്ടുള്ള നിയമ അവകാശങ്ങളും ഒരു സെക്യൂരിറ്റിക്കോ ഞങ്ങൾക്കോ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് പോലീസിനെ അറിയിക്കുക, പോലീസാണ് അത് നിയന്ത്രിക്കേണ്ടതും നിയമ നടപടികൾ എടുക്കേണ്ടതും. ഞങ്ങൾ 10 മണിക്ക് സെക്യൂരിറ്റിയുടെ നേരെ ആക്രമണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിൽ വിളിച്ചു പറഞ്ഞു, പോലീസ് വരികയും ചെയ്തു. അതിനുശേഷം പോലീസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഞങ്ങളുടെ ആളുകൾ സെക്യൂരിറ്റി അടക്കം ഇവർ വയലൻസ് വന്നതോട് കൂടിയിട്ട് അല്പം മാറി നിൽക്കുകയാണ് വളരെ. കാരണം ഇവർ ആരെയാണ് ആക്രമിക്കുന്നത് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്നു. അപ്പോൾ പരിമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചിരുന്നുള്ളൂ. ഇവിടെ തൊഴിലെടുക്കുന്ന എല്ലാവരുടെയും കൃത്യമായ ഡേറ്റ അങ്ങയുടെ കയ്യിലുണ്ട്, കൃത്യമായ തിരിച്ചറിയൽ കാർഡുകളുണ്ട്, പോലീസ് വെരിഫിക്കേഷനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അക്രമാസക്തരാകുന്ന ഒരാൾ അവർക്ക് എന്തെങ്കിലും ക്രിമിനൽ മൈൻഡ് ഉള്ളവരായിരുന്നിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ തന്നെ അവർ നമ്മുടെ ഏതെങ്കിലും വെരിഫിക്കേഷനിൽ അവരുടെ ശ്രദ്ധിക്കപ്പെടാതെ പോയതാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവരെ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടില്ലെന്ന് അങ്ങേക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ചെറിയ കേസുകളിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഇന്ത്യൻ നിയമങ്ങളനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിക്ക് അവരുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമോ അറിയാനായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല. അപ്പോൾ അത് പോലീസിന് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ രീതിയിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർക്കെല്ലാം പോലീസ് വെരിഫിക്കേഷൻ അവരുടെ സ്ഥലത്തുനിന്ന് വേണം. അതൊരു ഡോക്യുമെൻ്റാണത്. ആ ഡോക്യുമെൻ്റ് വിശ്വസിക്കുക മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇവരെല്ലാ ആളുകളും പോലീസ് വെരിഫിക്കേഷൻ എടുത്ത് വരുന്നവരാണ്. ഇനി അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അടക്കം ഇന്നയാൾ ഇന്ന സ്ഥലത്ത് നിന്ന്
ഇന്ന ദിവസം ഇന്ന കമ്പനിയിൽ ജോലിക്ക് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ വിവരം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്ര കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ അവരല്ലേ നോക്കേണ്ടത്. ഓക്കെ, ശരി. എങ്കിൽ ഇതിന് ശേഷം ഇത്രയും അധികം ആളുകളെ പിടിച്ചുകൊണ്ട് പോയി, അതിൽ അങ്ങ് പറയുന്നത് എനിക്ക് തോന്നുന്നു 13 അധികം ആളുകളാണ് നേതൃത്വം കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസിന് 150 കണക്ക് ഞാൻ മാറ്റിവെക്കുന്നു. 13ലേക്ക് വരാം. ഈ 13 പേരെക്കുറിച്ച് പിന്നെ അന്വേഷണം നടത്തിയോ? അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ക്രൈമിൽ അകപ്പെട്ടിട്ടുള്ള ആളുകളായിരുന്നോ അവർ? അങ്ങനെ എന്തെങ്കിലും അന്വേഷണം നമ്മളായി നടത്തിയോ? 13 പേരല്ല, 23 പേരാണത്. അവര് കൊണ്ടുപോയ 12 പേരും 10 പേര്, അവർ ആദ്യം കൊണ്ടുപോയ 164 പേരിൽ 10 പേര്, 2 പേര് ഞങ്ങൾ പിന്നീട് കൊടുത്തു. പിന്നെ ഞങ്ങൾ അപ്പോൾ 10, 12, പിന്നെ 11 പേരാണ് ഞങ്ങൾ കൊടുക്കാനായിട്ട് ഇവിടെ ക്യാമറകളുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഞങ്ങളിവിടെ പിടിച്ചു വച്ചിരുന്നത്. അവർ അന്ന് കൊണ്ടുപോയില്ല, സമയമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും കോട്ടയസിട്ട് തന്നെ പോയി. അതിലൊരാൾ മിസ്സിങ് ആയിപ്പോൾ. ബാക്കി 10 പേരെയാണ് ഇന്നലെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ മറ്റ് സഹോദരന്മാരോട്, ഇവരുടെ ചിലവരുടെയൊക്കെ ഭാര്യമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, സഹോദരന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവരങ്ങനെ ഒരു സ്വഭാവക്കാരല്ല. അവരൊരിക്കലും ചെയ്യില്ല, ഏതെങ്കിലും ലഹരിയുടെ പുറത്ത് മാത്രം ചെയ്തിരിക്കുന്നതാണെന്നുള്ളൊരു കൺഫർമേഷനാണ് വന്നിരിക്കുന്നത്. അത് വിട്ടിട്ട് ഇവരുടെ നാട്ടിൽ ഇവരൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല. കാരണം അത് പോലീസിന് മാത്രമേ സാധിക്കൂ. അത് കാരണം ഒരു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്, ഇനി ഇവിടെയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു മലയാളിയുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണമെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തി വിചാരിച്ചാൽ സാധിക്കില്ല. അതിന് വിവരാവകാശം വെച്ച് ആ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് 1 മാസം വെയിറ്റ് ചെയ്തൊക്കെയാണ് ഇങ്ങേറെ പേരിൽ കേസിനൊന്നും അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ നമുക്ക് നാഗാലാൻഡ്, മണിപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ആളുകൾ എവിടെയാണ് പോലീസ് സ്റ്റേഷനിൽ, എവിടെയാണ് ഇവർ താമസിക്കുന്നത് എന്നുപോലെ അറിയാതെ നമ്മളൊരിക്കലും ഇവർ കേസിൽ പ്രതിയാകുന്നു. അതിനുശേഷം ഇവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ കിറ്റക്സിനോട് ഉണ്ടായിട്ടുണ്ടോ? കാരണം ഇവരിങ്ങനെ ഏത് ഘട്ടത്തിലാണ്, ഒരു വിശദീകരണമോ അന്വേഷണമോ ഉണ്ടായിട്ടുണ്ടോ? ഒട്ടനവധി കുട്ടികളുടെ അച്ഛൻ, അമ്മമാർ, സഹോദരന്മാർ വിളിക്കുന്നുണ്ട്, MLA മാർ വിളിക്കുന്നുണ്ട്, അവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡെയിലി കോളുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് അപ്പോൾ ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പറയും, ആ വിവരങ്ങൾ അവർ ധരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും വലിയ സംഘർഷം 23 പേര് മാത്രം നടത്തൂ എന്നുള്ളത്, അത് അങ്ങനെ വിലയിരുത്തലേക്ക് എങ്ങനെയാണ് എത്താൻ സാധിക്കുക? ഒരു അത്ര ചെറിയൊരു സംഭവം അല്ലല്ലോ അവിടെ നടക്കുന്നത്. പോലീസിന്റെ കണക്ക് വെച്ച് 2 മണി തൊട്ട് 10 മണി തൊട്ട് 2 മണിയുടെ സമയം 4 മണിക്കൂറത്തെ ഒരു സംഘർഷം എന്നാണ് പോലീസിന്റെ വ്യാഖ്യാനം. എന്തു ആയിക്കോട്ടെ, ഏത് ഘട്ടത്തിൽ നോക്കിയാൽ പോലും അത്ര ചെറിയൊരു സംഘർഷം ആയിരിക്കില്ലല്ലോ ഇത്. നമുക്ക് ഇതിനകത്ത് ഏതാണ്ട് 950-ഓളം ആളുകളാണ് ആ ഒരു ക്യാമ്പസിൽ താമസിക്കുന്നത്. ഈ നിയമപരമായിട്ട് ഞങ്ങൾ താമസ സൗകര്യമോ ഭക്ഷണമോ കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു മാനുഷികപരമായിട്ടുള്ള പരിഗണന വെച്ച് ഞങ്ങളെല്ലാ യൂണിറ്റിലും എല്ലാവർക്കും 4 നേരം സുഭിക്ഷമായിട്ടുള്ള അൺലിമിറ്റഡ് ഫുഡാണ്, നോൺ വെജിറ്റേറിയൻ ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നത്. ബിരിയാണി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ജീവിക്കുന്ന അതേ നിലവാരത്തിൽ, അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്ററായിട്ടുള്ള നിലവാരം എന്ന് പറയാം ഫുഡിൻ്റെ കാര്യത്തിൽ. താമസ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഇത് തുടങ്ങുന്ന സമയത്ത് 100% സ്ത്രീകളെ വെച്ചിട്ടാണ് ഞങ്ങൾ. അപ്പോൾ അവർക്ക് മാത്രമാണ് ഒരു 5 സ്റ്റാർ സ്റ്റൈലിൽ തന്നെ ഞങ്ങൾ താമസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നെനിക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും, ഇന്ന് ലോകത്തിൽ ഇതേ രീതിയിലുള്ള, ഇന്ത്യയിലെല്ലാം പറയും, ഏത് ഫാക്ടറി എടുത്താലും തൊഴിലാളികൾക്ക് കൊടുത്തിരിക്കുന്ന അവരുടെ വെൽഫെയർ ആസ്പെക്ട്സിൽ, അവരുടെ താമസ സൗകര്യത്തിൽ ഇതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു ഫാക്ടറി പോലും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പിന്നെ 2013 ശേഷമാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഈ മെൻ വർക്കർ എടുക്കാൻ തുടങ്ങിയത്, ആണുങ്ങളെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യകാലത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു താമസ സൗകര്യം ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടില്ല. ശരി. അപ്പോൾ വന്നവരൊക്കെ അടുത്തുള്ള വീടുകളിൽ വാടകയ്ക്ക്, ഇപ്പോഴും എനിക്ക് തോന്നുന്നത് 1000കണക്കിന് ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. പല റൂമുകളൊക്കെ എടുത്തിട്ട് വാടകയ്ക്ക് വീടായിട്ട് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വാടക വല്ലാതെ കൂടി, എല്ലാവരും അവരെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങളുടെ ഈ 2006 കൺസ്ട്രക്ഷൻ സമയത്ത് പണിത കോട്ടേഴ്സ് ഉണ്ട്, അവർക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നന്നാക്കിയെടുത്ത് അവർക്ക് താമസ സൗകര്യം ഒരുക്കാം എന്ന് വിചാരിച്ച് അത് നന്നാക്കിയാണ് ഞങ്ങളിപ്പോൾ ഈ കുറേ ആളുകളൊക്കെ അതിൽ താമസിക്കുന്നത്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 35 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്.
അവരൊക്കെ താമസിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും താമസ സൗകര്യമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 100% എൻ്റെ മെച്ചത്തിലുള്ളതായിരിക്കാം. പക്ഷേ അങ്ങേക്കെതിരെ ആരോപണം അവിടുത്തെ വളരെ വളരെ മോശമായ സാഹചര്യങ്ങളാണ് താമസിപ്പിക്കുന്നതാണ് പൊതുവെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത്. അത് വെറും ഒരു ആരോപണം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അവിടെ പോയി കണ്ട് അത് ഷൂട്ട് ചെയ്യേ. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത് എന്താണ് എന്നുള്ളത്. ഞാനിപ്പോൾ ഇതിനകത്ത് രഹസ്യങ്ങളും ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇവരൊക്കെ പുറമേ നിന്ന് ചാനൽ ചർച്ചകളിൽ പറയുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ പോയി നിങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ജനങ്ങളെ കാണിക്കുക. അത് ഇനി ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു സൗകര്യം മറ്റൊരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവരും ഷൂട്ട് ചെയ്തിട്ടെ. അപ്പോഴല്ലേ നമുക്ക് കമ്പാരിസൺ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് പറയുന്നത് ഇപ്പോൾ ഞാൻ നല്ലതാണെന്ന് ഞാൻ പറയുന്നു, അവർ പറയുന്നു വളരെ മോശമാണെന്ന് പറയുന്നു. നിങ്ങൾ നോക്കി ഷൂട്ട് ചെയ്തിട്ടെ. ഇതിനേക്കാൾ നല്ല സൗകര്യം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു സൗകര്യം മറ്റൊരു സ്ഥലത്തുണ്ടെങ്കിൽ അത് എനിക്ക് അയച്ചു തരട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടെ. അതല്ലേ ഒരു മത്സരം നമുക്ക്. അപ്പോൾ തിരിച്ചു വരാം. ഈ ക്രിസ്മസ് സംഘർഷം എന്ന നിലയിൽ അത് വലിയ ചർച്ചകളാകുന്നു, മാധ്യമങ്ങളിൽ വാർത്തയാകുന്നു. ശരിക്കും കിറ്റക്സ് എന്താണ് ഈ സംഭവത്തിൽ നിന്ന് പഠിച്ചത്? സാധാരണ ഈ സംഘർഷങ്ങൾക്ക് ശേഷം അത് വാർത്തകളിൽ ചർച്ചയായി മാറുന്നതിന് അപ്പുറത്തേക്ക് ഒരു ലേണിംഗ് ഉണ്ടാകത്തില്ല. ശരിക്കും കിറ്റക്സ് എങ്ങനെയാണ് ഈ ഒരു സംഘർഷത്തെ കാണുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു പാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ? ഞങ്ങൾ ഇപ്പോഴും അതിനെപ്പറ്റി വിശദമായിട്ട് ഓരോ ദിവസവും 1-2 മണിക്കൂർ ഞങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റും HR ഡിപ്പാർട്ട്മെൻറ്റും വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കരുത്. അതിനുള്ള നടപടികളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 7-8 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊന്നും ഒരിക്കലും ഇതുപോലെയുള്ളൊരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ യാദർച്ഛികമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു ലഹരിയിലെ അടിസ്ഥാനത്തിൽ വന്നതാണത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ആദ്യമായിട്ട് ഇതിൽ ചെയ്യാൻ പോകുന്നത് ഈ ലഹരി പൂർണ്ണമായിട്ടും എങ്ങനെ നിയന്ത്രിക്കാം, അതിനകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള അധികാരങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഡോഗ് സ്ക്വാഡ് കൊണ്ടുവരിക, മെറ്റൽ ഡിറ്റക്ടറിൽ കൂടി കടത്തി വിടുക, അവർ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം സ്കാനർ നമ്മുടെ എയർപോർട്ട് സെക്യൂരിറ്റി സിസ്റ്റം മാതിരി കൊണ്ടുവരിക, ഇവർ കടന്നു പോകുന്നതും വരുന്നതുമായിട്ടുള്ള വഴി ഒരാൾക്ക് മാത്രം കടക്കാവുന്ന രീതിയിൽ നിയന്ത്രിക്കുക. അപ്പോൾ കുറേ കൂടി കൺട്രോൾ കിട്ടും. പിന്നെ എക്സ്റ്റേണൽ പുറമേ നിന്നാരെങ്കിലും അവർക്ക് എത്തിക്കാനായിട്ടുള്ള ലൂപ്പ് ഹോളുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മതിലുകളെല്ലാം ഉയർത്തി ആ ഒരു സെക്യൂരിറ്റി കൊണ്ടുവരിക. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. അത് വിട്ടിട്ട് നമുക്ക് ഫോഴ്സ്ഫുള്ളായിട്ടൊരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കുക. അതാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി പഠിക്കാനായിട്ടൊരു എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഏജൻസിയുമായിട്ട് അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും ഏൽപ്പിച്ചു കഴിഞ്ഞു. ഒരു റിട്ടയർഡ് DYSP ആണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പഠനം നടന്നുകൊണ്ടിരിക്കുക. അത് അപ്പോൾ അത് അവിടെ മാത്രമല്ല, ടോട്ടലായിട്ടുള്ള ഫാക്ടറിയുടെ ഒരു സേഫ്റ്റി, ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ഒരു മുൻകരുതൽ. അപ്പോൾ ആ റിപ്പോർട്ടിനനുസരിച്ച് ഞങ്ങൾ അത് നടപ്പിലാക്കും. ശരി. ഈ കിറ്റക്സിൽ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? അങ്ങ് തന്നെ പല വേദികളിൽ പറയുന്നുണ്ട്, കേരളത്തിൽ ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടേണ്ട ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ഒത്തിരി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും 3000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വരുമായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് മലയാളികൾക്ക് ജോലി കിട്ടുമായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് വരിക? നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഈ മേഖലയിലുള്ള താല്പര്യക്കുറവായിരുന്നോ അതിൻ്റെ കാരണം? ഇതിൽ മലയാളികൾ ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു 51% മലയാളികളുണ്ട്. ബാക്കി 49% അന്യസംസ്ഥാന തൊഴിലാളികളുള്ളത്. മലയാളികൾ വളരെ നല്ല വർക്കേഴ്സാണത്. ഒരുപക്ഷെ ഇവരെക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരവരാ. പക്ഷേ അവർ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു ചിന്താഗതിയാണത്. ഇപ്പോൾ നമുക്കറിയാം, പാടത്ത് കൊയ്യാൻ, വിതയ്ക്കാൻ, കൃഷി ചെയ്യാൻ ഒന്നും നമ്മുടെ മലയാളികൾ തയ്യാറല്ല. ഒരുപക്ഷെ അവിടെ കൂലിയോ അല്ലെങ്കിൽ സൗകര്യങ്ങളല്ല പ്രശ്നം. അപ്പം നമ്മുടെ മലയാളികൾ നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളെടുത്താൽ അറിയാം, നമ്മളെല്ലാം ഈ 2 കുട്ടികൾ ഒരു കുട്ടിയായി ഇപ്പോൾ 0 ആയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പോൾ ഈ 1 കുട്ടിയും 2 കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം സ്പൂൺ ഫീഡിംഗ് ആണ്. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അച്ഛനമ്മമാർ സമ്പാദിക്കുന്നു, പണിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതിയിലുള്ളൊരു മാറ്റമാണ് മലയാളികളെ ഈ മേഖലകളിൽ നിന്നൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വേണ്ട,
ഉയർന്ന പഠനത്തിന് പോകണം. പിന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലാ കുടുംബത്തിലും ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഡിഗ്രിയെങ്കിലും പഠിക്കാത്ത ആരുണ്ടാവുക. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ നോക്കുമ്പോൾ ഇതൊരു അവരെ സംബന്ധിച്ച് അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ളൊരു ജോലി ആയിട്ട് അവർ കരുതുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം. ഓക്കെ. അതായത് അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള മറ്റ് ഘടകങ്ങളൊന്നും അല്ലല്ല, സാലറി കൊണ്ടുള്ള ഒരു അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൊണ്ടുള്ള ഒരു ഇത് കൊണ്ടല്ല ആരും ജോലിക്ക് വരാത്തത്. അവരെ സംബന്ധിച്ച് ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്. അത്രയും വിദ്യാഭ്യാസമുള്ളവർ വൈറ്റ് കോളർ ജോബാണ് അവർ നോക്കുന്നത്. ശരി. പക്ഷേ അങ്ങ് പലവട്ടം പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അതായത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിനേക്കാളും മോശമൊന്നും ഞാൻ വാക്യം ഉപയോഗിക്കുന്നില്ല, ഇതിനേക്കാളും താഴ്ന്ന ജോലി വിദേശ രാജ്യങ്ങളിൽ ചെയ്യാൻ നമുക്ക് മടിയില്ലാത്തൊരു സാഹചര്യവുമുണ്ട്. അങ്ങ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു വൃദ്ധസദനമായിട്ട് കേരളം മാറുന്നതിനെ കുറിച്ചൊക്കെ പലവട്ടം പറഞ്ഞതായിട്ട് എനിക്ക് കേൾക്കുന്നു. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൈഗ്രേഷൻ്റെ കണക്കുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് UK-യിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങൾ ചേക്കേറുന്നതിൻ്റെ കാരണം അതൊരു പക്ഷേ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയാകാം ഒരു കാരണം. രണ്ട്, അങ്ങ് ഇപ്പോൾ പറഞ്ഞതുപോലെ തൊഴിലില്ലാത്തതല്ല, നമ്മുടെ സ്റ്റേറ്റസിനനുസരിച്ചുള്ള തൊഴിൽ ചെയ്യാനുള്ള മടിയാകാം. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങ് എങ്ങനെയാണ് കാണുക? നമുക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ രാഷ്ട്രീയ സാമൂഹികമായിട്ടുള്ള ചില ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ പുതുതായിട്ട് ഇപ്പോൾ ജനിച്ചു വീഴുന്ന കുട്ടികൾ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരികൾ, അവരെ സംബന്ധിച്ച് കേരളം അവർക്ക് പറ്റിയൊരു മണ്ണായിട്ട് അവർക്ക് തോന്നുന്നില്ല. അവരെല്ലാവരും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കിയാൽ ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. പക്ഷേ എല്ലാ കുട്ടികളും ഒരു +2 വരെ കേരളത്തിൽ പഠിക്കുന്നു. +2 കഴിഞ്ഞാൽ ആർക്കും കേരളത്തിൽ പഠിക്കാനുള്ള താല്പര്യമില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിലുള്ള വിദ്യാഭ്യാസം, അതായത് കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വളരെ കുറവാണുള്ളതാണ്. പിന്നെ നൂതനമായിട്ടുള്ള കോഴ്സുകൾ വളരെ കുറവാണത്. നമുക്ക് എൻജിനീയറിങ്, MBA പഴയ രീതിയിലുള്ള കോഴ്സുകളല്ലാതെ. അപ്പോൾ അവർ നോക്കുന്നത് ഒന്ന്, ഒരു ഹൈ ക്വാളിറ്റി വിദ്യാഭ്യാസം കിട്ടണം. ഇനി കേരളത്തിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ കിട്ടാനായിട്ടുള്ള ചാൻസസും കുറവാണത്. അപ്പോൾ എല്ലാ കുട്ടികളും അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒരു നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിനായിട്ട് ചേക്കേറുന്നു, അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഇത് പോയി കഴിഞ്ഞാൽ അവർ പഠിച്ചു, പാസ്സായി, നല്ല മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ തിരിച്ച് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഓരോ ഓപ്പർച്യൂണിറ്റി ഇല്ല. കാരണം ക്വാളിഫൈഡ് ആളുകൾക്ക് വളരെ ഓപ്പർച്യൂണിറ്റി കുറവാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും അവർ തിരിച്ച് അവിടെ തന്നെ നിൽക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയോ ചെയ്യും. അപ്പോൾ ഇതൊരു വലിയൊരു ആപത്തിനെയാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഒരു തലമുറ, ഈ ഒരു തലമുറയോട് കൂടിയിട്ട് ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും, വിദ്യാഭ്യാസമായിട്ടും തൊഴിൽപരമായിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളം എൻ്റെ അഭിപ്രായത്തിൽ ഒരു 25 വർഷത്തിനുള്ളിൽ നമുക്കിവിടെ ലൈറ്റിട്ട് അനാഥമായിട്ടുള്ള വീടുകളും, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരുള്ള വീടുകൾ, അല്ലെങ്കിൽ പട്ടികൾ മാത്രം വളർത്തുന്ന ഒരു വീടുകളായിട്ട് നമ്മളെ കേരളം മാറുന്നത്. ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചിന്തിക്കുന്നില്ല, ഭരണ നേതൃത്വങ്ങൾ ചിന്തിക്കുന്നില്ല. അത് വലിയൊരു ആപത്തിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടുമുള്ള 1 കിലോമീറ്ററിനുള്ളിൽ എത്ര വീടുകളിൽ കുട്ടികളുണ്ട് എന്ന് പരിശോധിച്ചാൽ ഈ കാര്യം മനസ്സിലാവും. വളരെ ശ്രദ്ധേയമായ കാര്യം. ഇതിൻ്റെ കാരണം എന്താണ്? ഇത് നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥിതിയുടെ പ്രശ്നമാണോ, അതോ നമുക്ക് വികസനം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരാത്തത് കൊണ്ടും തൊഴിൽ സൃഷ്ടിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? ഒരു ഘട്ടത്തിൽ സർക്കാർ ജോലികൾക്ക് വലിയ തള്ളിക്കയറ്റമുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു മേഖലയ്ക്ക് പോലും ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? നമുക്ക് ഇവിടെ കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് മാറി മാറി ഒട്ടനവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരണത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആരും അതിനകത്ത്, അതിൽ 1-2 ആളുകളൊക്കെ ആത്മാർത്ഥമായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിനൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. 99% ആളുകളും അവർ ഭരണത്തിലേറുന്നു. ഈ രാജ്യത്തെ പരമാവധി എങ്ങനെ കൊള്ളയടിക്കാം, ജനങ്ങളുടെ രക്തം എങ്ങനെ ഊറ്റി കുടിക്കാം, ആ ഒരു ചിന്താഗതി ഒഴിച്ച് കഴിഞ്ഞ 70 വർഷക്കാലമായിട്ട് നമ്മുടെ പുതിയൊരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾ വളരുന്നതിന്, മറ്റ് സംസ്ഥാനങ്ങൾ വളരുന്നതിനനുസരിച്ച് ഒരു മാറ്റവും നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ളതാണത്.
2022 എങ്ങനെയാണ് 2020 നോക്കി കാണുന്നത്? അങ്ങ് പറഞ്ഞത് ഒരു തലമുറ മാറ്റം എന്നൊരു ചിന്തയാണ് അങ്ങ് പങ്കുവച്ചത്. ഒരു പക്ഷേ അങ്ങയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില പദ്ധതികൾ കൂടിയുള്ള സൂചനയാണോ ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക? ഞാൻ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഉണ്ടായ സാഹചര്യം വളരെ യാദർച്ഛികമാണ്. കാരണം ഞാനൊരു വ്യവസായിയാണ്, എൻ്റെ തൊഴിലിൻ്റെ ഭാഗമല്ല അത്. പക്ഷേ ഇവിടെയുള്ള രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് അവരൊരു തൊഴിൽ ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഞാൻ തൊഴിലായിട്ടല്ല രാഷ്ട്രീയത്തിലിറങ്ങിയത്, മറിച്ച് ഇവിടെ കഷ്ടപ്പെടുന്ന ആളുകളുടെ കണ്ണുനീര്, നശിച്ച് താറുമാറാകുന്ന നമ്മുടെ സംസ്ഥാനം, ഈ നാട്, അപ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ ചെയ്യണം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. പക്ഷേ നമുക്കറിയാം എനിക്കുണ്ടാകുന്ന പീഡാനുഭവങ്ങൾ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ തുടർച്ചയായിട്ടുള്ള റെയ്ഡുകളും ഇപ്പോൾ ഈ സംഭവം യാദർച്ഛികമായിട്ട് എൻ്റെ ഒരറിവോടും കൂടി സംഭവിച്ചതല്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ആ സംഭവത്തിലൊക്കെ എന്നെ രാഷ്ട്രീയവൽക്കരിച്ച് നിരപരാധികളായിട്ടുള്ള ആളുകളെ പിടിച്ച് ജയിലിടുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇതെല്ലാം പഴയതുപോലെ നോർമലായിട്ട് മാറും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ ഒരിക്കലും പണമുണ്ടാക്കാനോ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാനോ അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയം തുടങ്ങിയത്. ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ജനങ്ങളുടെ കാഴ്ചപ്പാട് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ജനങ്ങൾ മുന്നിലുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുന്നിലുണ്ട് എന്നുള്ളതാണത്. നമ്മുടെ ആളുകൾ വിചാരിക്കണം നമുക്ക് രക്ഷപ്പെടണം, ഇനിയെങ്കിലും നമ്മുടെ കുടുംബം രക്ഷപ്പെടണം, നമ്മുടെ അച്ഛനമ്മമാർ പട്ടികളെ വളർത്തി ജീവിക്കേണ്ട സാഹചര്യം വരരുത്, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ഇവിടെ തന്നെ മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2020 മുന്നോട്ട് തന്നെ പോകും. അതിൻ്റെ മുൻപന്തിയിൽ ഞാനുണ്ടാവും. ആ രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ശ്രീ പി ടി തോമസ് നിര്യാണത്തിനെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടതാണ്. 2020 ഈ സംഭവമായിട്ട് പോലും ആളുകൾ അതിനെ ചേർത്ത് വായിക്കുന്നുണ്ട്. അത് അങ്ങേക്കെതിരെയുള്ള ആ ഒരു വിഷയം പോലും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പോലും പറയുന്നുണ്ട്. അങ്ങ് ഒരു പക്ഷേ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിരുന്നാലും ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് 2020 ചിത്രത്തിലുണ്ടോ? ഇനി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ്, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ 2020 മനസ്സിലുണ്ടോ? ഇന്ന് അദ്ദേഹം ഈ ലോകത്തില്ല. അവിടെ തെരഞ്ഞെടുപ്പ് വരുന്നു. പല ആളുകളും അദ്ദേഹം മരിച്ചു എന്നറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ എന്നെ ബന്ധപ്പെട്ടിട്ട് നമുക്കവിടെ ആളെ നിർത്തണം എന്ന് പറയുന്നുണ്ട്. ഞാൻ അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയത്. നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തിൽ ഞാനും സംശയിക്കുന്നു, ഈ ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതുമായിട്ട് കൂട്ടി വായിക്കേണ്ടതായിട്ട് ഉണ്ട്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ ആര് നിൽക്കുമെന്ന ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പല പേരുകൾ, അത് ഒരുപക്ഷെ ഒഫീഷ്യൽ ആയിരിക്കാം, അൺഒഫീഷ്യൽ ആയിരിക്കാം. കാരണം എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് വലിയ ചർച്ചയാകേണ്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്നിരുന്നാൽ 2020 രാഷ്ട്രീയപരമായിട്ട് ഇതുവരെ ഒരു പ്ലാനും ഇല്ലേ? അവിടെ നിൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു തരത്തിലും വന്നിട്ടില്ല, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതോ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്? അല്ല, അതിനെപ്പറ്റി ഞങ്ങളുടെ പാർട്ടി തലത്തിൽ പല ആളുകളും വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു യോഗം കൂടുകയോ അതിനെപ്പറ്റി സംസാരിക്കുകയോ അങ്ങനെ ഒരു ചർച്ച ചെയ്യുകയോ ഉണ്ടായിട്ടില്ല. ശരി. 2022 എങ്ങനെയാണ് ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ശ്രീ സാബു എം ജേക്കബ് കാണുക? തെലങ്കാനയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നു, വലിയ, ഞാൻ മനസ്സിലാക്കിയത്തോളം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ തന്നെ ഗാർമെൻറ്റ് മേഖലയിൽ തന്നെ വലിയൊരു പാർക്ക് അവിടെ വരാൻ പോകുന്നു. അതിൻ്റെ പണികൾ നടക്കുന്നു. 2022 എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുക? ഈ 2022 ഞങ്ങൾ നവംബർ മാസത്തോടു കൂടിയാണ് ആദ്യത്തെ യൂണിറ്റ്, അതായത് തെലങ്കാനയിൽ ഉള്ള ആദ്യത്തെ യൂണിറ്റ് കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അടുത്ത വർഷം എന്നെ സംബന്ധിച്ച് വളരെ തിരക്ക് കൂടിയ ഒരു വർഷമാണ്. കാരണം ഇതിൻ്റെ ഒരു ഫാക്ടറി, അത് വലിയൊരു ഫാക്ടറി, ഇന്നുള്ളതിൻ്റെക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ളൊരു ഫാക്ടറി ഒരു വർഷം കൊണ്ട് കെട്ടിപ്പടുത്തുക, അതും പുതിയൊരു സ്ഥലത്ത് ആളുകളെ റിക്രൂട്ട് ചെയ്യുക, എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ തിരക്കോട് കൂടിയിട്ടുള്ളൊരു വർഷം, അതേ സമയത്ത് തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വർഷം, ലോകത്തിൻ്റെ തന്നെ മാതൃകയായിട്ട് ലോകത്തിന് തന്നെ ഒരു ലാൻഡ് മാർക്കായിട്ട് വരുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷം കൂടിയാണ് 2022.
2021 ശ്രീ സാബു എം ജേക്കബിന് വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. ധാരാളം വിവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ പുതിയ മാറ്റങ്ങൾ, പുതിയ മേച്ചിൽപ്പുറങ്ങളൊക്കെ വന്ന വർഷമാണ് 2021. 2022 കൂടുതൽ പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും ഒക്കെ നൽകുന്ന വർഷമായി 2022 മാറട്ടെ. എല്ലാവിധ ആശംസകളും.